നമസ്കാരം. മഹാൻ മനസ്സിലെ സുഖം. രണ്ടും കൽപ്പിച്ച CPM നേതൃത്വം സതീശൻ സർക്കാരിന്റെ ഇമേജ് തകർക്കും. AKG സെന്ററിൽ IT സെല്ലും നിരീക്ഷണ സംഘവും. പുതിയതായി അധികാരത്തിൽ വന്ന UDF സർക്കാരിന്റെ ജനകീയത തകർക്കുവാനും സർക്കാരിന്റെ വീഴ്ചകൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുവാനും അതുവഴി സർക്കാരിനെതിരെയുള്ള പ്രതിരോധം ശക്തിപ്പെടുത്തുവാനും പുതിയ സംവിധാനം ഒരുക്കി CPM നേതൃത്വം. തിരുവനന്തപുരത്തെ CPM ആസ്ഥാനമായ AKG ഭവനിൽ ഇതിനുവേണ്ടി IT വിദഗ്ധർ അടങ്ങിയ ഒബ്സർവേഷൻ ഡെസ്ക് പ്രവർത്തനം തുടങ്ങിയതായുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് MP രാഘവന്റെ മകൻ നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സംഘം പ്രവർത്തിച്ചിരുന്നു. എന്നാൽ നികേഷിന്റെ പല തെരഞ്ഞെടുപ്പ് പ്രചരണ ക്യാപ്ഷനുകളും വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന് നേതാക്കൾ തന്നെ ആക്ഷേപിച്ചിരുന്നു. അതോടുകൂടി നികേഷ് ആ പദവിയിൽ നിന്നും പുറത്താവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ 2 നേതാക്കൾ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു. കോൺഗ്രസുകാരെ തന്നെ ജയിലിൽ അടച്ചതിന്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രി അടക്കം നേടാൻ ശ്രമിച്ചപ്പോഴാണ് അറസ്റ്റിലായവർ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരായിരുന്നു എന്ന ചില വീഡിയോകൾ അടക്കം വാർത്ത പുറത്തു വന്നത്. ഇതിന് പിന്നിൽ AKG സെന്ററിലെ പുതിയ നിരീക്ഷണ സംഘമാണെന്ന വാർത്തകളും പുറത്തു വന്നു. ഈ സംഭവത്തിൽ വലിയ ക്ഷീണമാണ് മുഖ്യമന്ത്രി സതീശനുണ്ടായത്. വലിയ തോതിൽ ന്യായീകരണത്തിന് മുഖ്യമന്ത്രി ശ്രമിച്ചു എങ്കിലും ഇമേജിന് കോട്ടമുണ്ടാക്കി. മാത്രവുമല്ല, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ജനകീയ പിന്തുണയോടുകൂടി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ പോലീസ് സേന വഴി വ്യാപകമായി നടത്തിയ അവസരത്തിൽ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരൻ ലഹരി കേസിൽ അകത്തായത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മരവിപ്പുണ്ടായി. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വെറും 3 മാസം മാത്രമാണ് ആയതെങ്കിലും സർക്കാരിന്റെ പല തീരുമാനങ്ങളും വിവാദങ്ങളിൽ ആവുകയും ചിലതെല്ലാം പിൻവലിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. PM ശ്രീ പദ്ധതിയിലെ മുന്നണിയിലെ തർക്കങ്ങളും പ്രിയദർശിനി സൗജന്യ യാത്രാ പരിപാടിയിലെ വിമർശനങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ പിണറായി സർക്കാരിന്റെ വലിയ നേട്ടമായി അവതരിപ്പിക്കപ്പെട്ട ക്ഷേമ പെൻഷൻ വിതരണം ബാങ്ക് വഴിയാക്കിയതിൽ സാധാരണക്കാർക്ക് പരാതിയുമുണ്ട്. വിഴിഞ്ഞം പദ്ധതിയിലെ പുതിയ കരാറും മുഖ്യമന്ത്രിയുടെ രഹസ്യ യാത്രകളും ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. മുൻകാലങ്ങളിൽ ഒരു സർക്കാരിനും ഉണ്ടാകാത്ത വിധത്തിൽ വെറും 3 മാസത്തിനിടയിൽ കൂടുതൽ വിവാദങ്ങൾക്ക് സർക്കാർ ഇരയാവുകയാണ്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളായിരുന്നു മികച്ചതെന്ന് വരുത്തി തീർക്കുവാനുള്ള പദ്ധതികളാണ് CPM നേതൃത്വത്തിൽ AKG സെന്ററിൽ നടന്നു വരുന്നത്. സതീശ സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു കാട്ടുക മാത്രമല്ല, ഓരോ വിഷയത്തിലും 10 വർഷക്കാലത്തെ ഇടതു സർക്കാരിന്റെ പ്രവർത്തന മികവുകൾ അപ്പോൾ താരതമ്യം ചെയ്ത് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതിനും ഈ സംഘം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇടതു സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ള ജനശ്രദ്ധ നേടിയ പരിപാടികളുടെ വീഡിയോകളും ക്ലിപ്പുകളും ശേഖരിച്ചുകൊണ്ട് അവയെല്ലാം തെളിവായി നിരത്തി പിണറായിയെ ഉയർത്തി കാണിക്കുവാനും മുഖ്യമന്ത്രി സതീശനെ പിടിപ്പുകെട്ട ആളാക്കി ജനങ്ങൾക്ക് മുമ്പിൽ അത് അവതരിപ്പിക്കുവാനുമാണ് ഈ സംഘം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ നിരീക്ഷിക്കുന്നതിനും പരിശോധിക്കുന്നതിനും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തയ്യാറാകും എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പിണറായി ഭരണകാലത്ത് കേരളം നേരിട്ട നിപ്പ, കോവിഡ്, പ്രളയം, ഓഖി തുടങ്ങിയവ സർക്കാർ കൈകാര്യം ചെയ്തതും 10 വർഷക്കാലം പവർ കട്ടില്ലാതെ വൈദ്യുതി വിതരണം നടത്തിയതും അടക്കമുള്ള സംഭവങ്ങളെ പുനരാവിഷ്കരിക്കുവാനും ഈ സംഘം പരിപാടികൾ തയ്യാറാക്കി കഴിഞ്ഞു. നന്ദി, നമസ്കാരം.